ഞായറാഴ്ച ആയതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാമെന്ന് കരുതി സ്റ്റെമ്പും ബാറ്റും ബോളൊക്കെ എടുത്ത് ഗ്രൗണ്ടിലേക്ക് വിട്ടു. ഞാനും അനിയനും ഞങ്ങളുടെ കസിൻ സുധീഷും ഉണ്ടായിരുന്നു. 3-4 പേരെ വിളിച്ചു. അതിൽ 2 ആളുകൾ ഫോൺ എടുത്തു. 2 ആളുകൾ ഫോൺ എടുത്ത് വരാമെന്ന് പറഞ്ഞു. അവരെ കാത്തുള്ള ഇരിപ്പാണത്. അവർ വരുന്നതുവരെ ഞങ്ങൾ കുറച്ചു നേരം ക്രിക്കറ്റ് ചർച്ച ചെയ്തു. ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡ് കളി നടക്കുന്നത് കൊണ്ട് തന്നെ രോഹിത് ശർമ്മ 100 അടിക്കുമെന്ന് ഞാനും വിരാട് കോഹ്ലി 100 അടിക്കുമെന്ന് കസിനും പറഞ്ഞുകൊണ്ടിരുന്നു. കാത്തിരുന്ന 2 ആളുകളെ കാണാതായപ്പോൾ കുറച്ച് പുതിയ റൂൾസ് ഉണ്ടാക്കി ഞങ്ങൾ മെല്ലെ കളി തുടങ്ങി. 1 പിച്ച് ഔട്ട്, പിന്നെ ഓഫ് സൈഡ് മാത്രമേ റൺസ് ഉള്ളൂ, വിക്കറ്റ് കീപ്പർ മാത്രമേ ഉള്ളൂ, ഫീൽഡർ ഇല്ല. ഞങ്ങൾ അങ്ങനെയാണ്. വെയിലില്ല, മഴയില്ല, ആളുകളില്ല. 2 ആളുകളാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ തോന്നിയാൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും. കളി കഴിഞ്ഞ് ഗ്രൗണ്ടിനടുത്തുള്ള സീതണ്ണന്റെ കടയിൽ നിന്നും ഒരു സോഡയും കുടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലമ്മ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ചില്ലിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിജയണ്ണന്റെ കത്തി സിനിമയിലെ ഒരു സോങ്ങും കണ്ട് അമ്മ ഉണ്ടാക്കിയ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ചില്ലിയും ഇങ്ങനെ ഞാൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. ഒരു വിജയ് ഫാനായി എനിക്ക് ഈയിടെയായി ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു വിങ്ങലാണ്. ജനനായകൻ എന്ന അവസാന ചിത്രത്തിന് ശേഷം 33 വർഷത്തെ സിനിമാ ജീവിതം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. എല്ലാം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.